15 ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാം ഉപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ജ്ഞാനയജ്ഞം, കർമ്മയജ്ഞം പോലെ തന്നെ ജ്ഞാനം യജ്ഞം. യജ്ഞം എന്നുള്ള വാക്കിന് ത്യാഗം എന്നർത്ഥമാണ്. ജ്ഞാനം കൊണ്ട്, ജ്ഞാനം വെച്ചാൽ എന്താണ്, ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അറിയലാണ് ജ്ഞാനം. അറിയലും അനുഭവിക്കലും ജ്ഞാനയജ്ഞേന. ഒരു വിഭാഗക്കാർ, ഇതിന് മുമ്പ് ഭക്തി യോഗക്കാരെ പറ്റി ഭഗവാൻ പറഞ്ഞു. ഇനി പറഞ്ഞു ജ്ഞാനികളായിട്ടുള്ളവർ. അവർ രണ്ട് വ്യത്യാസമൊന്നുമില്ല. കാരണം 7-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനി ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇതൊന്നും വേറെ വേറെയല്ല. ജ്ഞാനയജ്ഞേന ച അപ്യേ യജന്തേ യജന്തോ മാം, യജ്ഞം ചെയ്തിട്ട് എന്നെ ഉപാസിക്കുന്നു. ഉപാസിക്കുക എന്നുള്ളതിന് പറഞ്ഞ ഓർമ്മ വരണം, ഒപ്പം ഇരിക്കുക, മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഒപ്പിരിക്കുക. ഉപാസതേ അവരെങ്ങനെയാണ്? ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം എന്നുള്ളത്. ഏകത്വേന എന്ന് പറഞ്ഞാൽ അദ്വിതീയം, ഭഗവാനെ രണ്ടും ഒന്നുമില്ല എന്നുള്ള ആ ഭാവനയിൽ ഭഗവാനെ വയ്ക്കുക. പൃഥക്ത്വേന രണ്ടോ അല്ല, വ്യത്യാസമുണ്ട്, ദ്വൈതമുണ്ട്. ബഹുധ എന്ന് പറഞ്ഞാൽ പലതരത്തിലും. വിശ്വതോ മുഖം, ഈ വിശ്വത്തിൻ്റെ മുഖത്തെ, ഈ വിശ്വത്തിനെ പലതായിട്ട് കാണാം. എല്ലാം ഒന്ന് തന്നെ. നമ്മൾ ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നുണ്ടല്ലോ. ഈ വിധത്തിൽ എല്ലാം ഒന്നും ഭഗവാൻ വീഴുന്നില്ല ഇവിടെ. എല്ലാം ശരിയാണ്. അങ്ങനെ 3 മഹാത്മാക്കൾ ദ്വൈതത്തെ പറ്റി മാധവാചാര്യരും, വിശിഷ്ടാദ്വൈതത്തെ പറ്റിയിട്ട് രാമാനുജാചാര്യരും, അദ്വൈതത്തെ പറ്റി ശങ്കരാചാര്യ സ്വാമികൾ ചെയ്യുന്നത്. 3ഉം ശരിയാണ്, ഒന്ന് തെറ്റെന്നല്ല. 3 നിലവാരത്തിൽ കാണുക. അല്ലാണ്ട് 3 വ്യത്യസ്ത കാര്യങ്ങളല്ല, ഒരേ കാര്യത്തിന് 3 വ്യത്യസ്ത രീതിയിൽ മനുഷ്യൻ്റെ ബുദ്ധിയുടെ ശക്തിയെ ആസ്വദിച്ചിട്ട് ഗംഭീരന്മാരായ ബുദ്ധിയുള്ളവർക്ക് അദ്വൈതം പറ്റും. അത്ര തന്നെ വയ്യാത്തവർക്ക് വിശിഷ്ടാദ്വൈതം. അത്രയും അതിലും താഴെയുള്ളവർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി ആസ്വദിച്ചിട്ടാണ് എന്ന് പറയാറുണ്ട്. കാരണം അദ്വൈതം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലുള്ള അനുഭൂതിയാണ്. വിശിഷ്ടാദ്വൈതം എന്ന് പറഞ്ഞാൽ സ്വപ്നാനുഭൂതിയാണ്. മനസ്സൊന്ന്, പക്ഷെ പലതായിട്ട് കാണിക്കണമല്ലോ. ദ്വൈതം എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന. ഇങ്ങനെ തരത്തിലും എന്നെ ഭക്തന്മാർ ഭജിക്കുന്നുണ്ട്. ഭജിക്കാച്ച ഭഗവാനോടുകൂടി ഒന്നാവാൻ. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖത്തിൻ്റെയും മൗലിക കാരണം ഈ മനസ്സാണ്. അപ്പോൾ ആ മനസ്സിനെ നമ്മൾ ഈശ്വരനിലേക്ക് ആക്കുക. മനസ്സിന് എന്തെങ്കിലും ചിന്തിക്കാണ്ട് വയ്യ, അത് ഈശ്വരനിലേക്ക് ചിന്തിക്കുക എന്ന് വരിക. ഇവിടെ ജ്ഞാനയജ്ഞമാകുമ്പോൾ ഈശ്വരനിൽ ചിന്തിക്കലല്ല, അവർ ഈശ്വര ആകാരമാവണം മനസ്സ്. അങ്ങനെ സാധിക്കുന്നു പറയണം. ഇനി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അഹം ക്രതു അഹം യജ്ഞ സ്വതാഹമം ഔഷധം മന്ത്രോഹം അഹമേവാജ്യ അഹം അഗ്നിം ഹുതം. എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മകവി എന്നുള്ളൊരു ശ്ലോകം മുമ്പ് വായിച്ചിട്ടുണ്ടല്ലോ. ഏകദേശം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അഹം ക്രതു, ക്രതു എന്ന് പറഞ്ഞാൽ വിതരം യാഗമാണ്. യജ്ഞവും ഞാനാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ പരോപകാര കർമ്മം നിർത്താൻ മതി. അതിനാണ് യജ്ഞത്തിനെ. ബ്രഹ്മാവ് യജ്ഞത്തോട് സഹകരിക്കുകയാണ് നമ്മൾ ഇവിടെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. പരസ്പരം ഭാവയന്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഈ ക്രതു യജ്ഞന്. സ്വധ, സ്വാഹ സ്വധ എന്ന് രണ്ടുണ്ട്. ഈശ്വരന്മാർക്കാണ് യജിക്കണമെങ്കിൽ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് വയ്ക്കുക. എല്ലാം ഭഗവാൻ തന്നെ ആവുക. സ്വധ എന്നുള്ളത് ഈ പിതൃക്കൾക്ക് വേണ്ടിയാണ്. കാരണം പിതൃക്കൾക്ക് അറിയേണ്ടത് കുട്ടികളൊക്കെ സമാധാനമായിട്ട് ജീവിക്കണമെന്ന് അറിയുമുണ്ട്. അപ്പോൾ അവർ ഈ പറയുന്നത് സ്വധ വെച്ചാൽ ഞങ്ങളെ ധരിക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങൾ പരാശ്രയം വേണ്ട എന്നറിഞ്ഞാൽ പിതൃക്കൾക്ക് വലിയ സന്തോഷമായി. അതാണ് സ്വധാഹം. ഔഷധം, ഔഷധം എന്ന് പറഞ്ഞാൽ മരുന്ന്. മരുന്നെന്ന് പറഞ്ഞാൽ സൂക്കടുള്ള ആളുകൾക്കല്ലേ വേണ്ടൂ. സൂക്കടുള്ള ആളുകളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അവർക്ക് ഈശ്വരൻ എങ്ങനെയാണ്? ഔഷധമാണ്. ആരാ ഈ വൈദ്യൻ? വൈദ്യോ നാരായണ സ്വയം. ഭഗവാൻ തന്നെയാണ് വൈദ്യം. പിന്നെ ഗംഗാജലമാണ് ഔഷധം എന്നാണ് പറയുന്നത്.
വളരെ ശരിയാണ്. ഈ എല്ലാ സൂക്കറിനും സാമാന്യം നല്ല മരുന്ന് ഒന്നാം നല്ല വെള്ളം. ഇപ്പം വേദന ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചാൽ അതുണ്ടാവും. ഇപ്പോൾ തീ പൊള്ളി വരിക്കുക, അങ്ങനെ വെള്ളത്തിലാണ് ചാടിയത് നീറ്റുണ്ടാവും. ആ നീറിൽ മാറുന്നത് വരെ വെള്ളത്തിൽ നിന്നിട്ട് കൊണ്ട് കയറിയാൽ കരയ്ക്ക് കയറിയാൽ കുടുങ്ങി, യാതൊന്നുമില്ല. അതുമാതിരി ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ടിങ്ങനെ ധാരട്ടാൽ വെള്ളം ഏറ്റവും നല്ല ഒരു ഔഷധമാണ്. മന്ത്രം എന്നുള്ളതും ഞാനാണ്. മനനേന ത്രായതേ, മനസ്സുകൊണ്ട് അപ്പുറത്തേക്ക് കിടക്കുന്നതാണ് മന്ത്രം. അപ്പം മന്ത്രത്തിലെ ശബ്ദത്തിനേക്കാൾ മനനത്തിനാണ് പ്രാധാന്യം. മന്ത്രോഹമേവ ആജ്യം അഹം അഗ്നി. ഈ ഹോമകുണ്ടത്തിലെ അഗ്നിയും ഞാൻ തന്നെയാണ്, അതിൽ അർപ്പിക്കുന്നത് ഞാനാണ്. സർവത്ര ഞാനാണെന്നർത്ഥം. ഇത് ഇനി 10 വരും. എന്തിനാ അധികം പറയണത്? ഈ വിഭൂതി ഈ കാണുന്നതൊക്കെ ഞാൻ തന്നെയുള്ളൂ, ഇവിടെ വേറെ യാതൊന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും ഭഗവാൻ പലതരത്തിലും പറയുന്നു. ഇവിടെ 9-ാം അധ്യായത്തിലിപ്പോൾ രാജഗുഹ്യമായ കാര്യം പറയണം. മഹാത്മാക്കൾ പലതും കണ്ടാലും അതൊക്കെ പ്രായോഗിക ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. തത്വജ്ഞാനപരമായിട്ട് ഇവിടെ രണ്ടില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തണം. ഇനി ബന്ധുക്കളെ വരിക. പിതാ അഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രം ഓങ്കാരം ഋഗ് സാമ യജുരേവച. അസ്യ ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്ടല്ലോ പിതാവ്, അതായത് ഭഗവാനാണ് എന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. പിതാവെന്ന് പറഞ്ഞാൽ ഈ ഗർഭാധാനം ചെയ്യുന്ന ആൾ പിതാവ് അത്രേ ചെയ്യുന്നുള്ളൂ. അതും ഞാൻ പിതാഹമസ് ജഗത മാതാ, അതിനെ സ്വീകരിച്ച് ഒരു കുട്ടിയായിട്ട് പുറത്തേക്ക് കൊണ്ടിരുന്നത് അത് അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ഭഗവാനാണ്. പൊന്താനം പറഞ്ഞല്ലോ, എന്താണ് പിതാവും അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ഭിക്ഷാന്നം നല്ലൊരു അന്നവും ഉണ്ടല്ലോ, എന്താണ് ആ വരി, ഞാൻ തന്നെയാണ് പിതാവ്, ഞാൻ തന്നെയാണ് മാതാവ്. അപ്പോൾ ഈശ്വരനല്ലാണ്ട് ഇവിടെ യാതൊന്നുമില്ല. മാതാ ധാതാ, പിതാമഹനും അച്ഛൻ്റെ അച്ഛൻ്റെ അതും ഞാൻ തന്നെയാണ്. വേദ്യം, അറിയപ്പെടേണ്ടത് ഞാൻ. പവിത്രം, വേദ്യം പവിത്രം ഓങ്കാരം എന്ന് ഒരുമിച്ചെടുക്കാൻ നല്ലത്. കാരണം ഓങ്കാരം എന്നുള്ളത് ആണ് പ്രണവം. അത് പവിത്രമാണ്. പവിത്രം പറഞ്ഞാൽ പരിശുദ്ധമായത്. അതിനെ അറിയണം. വേദ്യം അത് ഞാൻ തന്നെയാണ് ഓങ്കാരം. ഋഗ് സാമ യജുരേവച, 3 വേദങ്ങൾ. ഋഗ്വേദം, സാമവേദം, യജുർവേദവും ഞാൻ തന്നെയാണ്. 4ാമത്തെ വേദനെ പറയാത്തത് അത് മോശാച്ചിട്ടല്ല. അഥർവവേദമുണ്ട്. അതിൽ ജീവിത കാര്യത്തിന് വേണ്ട ആവശ്യങ്ങളെ പറ്റിയിട്ട്, അതായത് ധനുർവേദം, ഈ വൈദ്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒക്കെ കൂടി അതിലുണ്ടാവുകൊണ്ടാണ് അതിനെതിൽ കൂട്ടാത്തത്. വാസ്തവത്തിൽ ഈ അഥർവേദത്തിൽ പ്രധാനപ്പെട്ട 2-3 ഉപനിഷത്തുകളുണ്ട്. ഈ 10 വരുന്നതിലെ എന്താ മാണ്ഡൂക്യവും മുണ്ടകവും പ്രശ്നോപമുക്തും 4ാമത്തെ അവേദത്തിലാണ് വരുന്നത്. അപ്പോൾ താഴെയല്ല, മറ്റതും കൂടി ഉണ്ടാവുകൊണ്ട് അതിനെ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിധത്തിൽ പറഞ്ഞാൽ വിഭൂതി പറയുന്ന പോലെയുണ്ട്. ഇതൊക്കെ ഞാനാണ്, മറ്റത് എല്ലാം ഞാനാണെന്ന് പറയുമ്പോൾ അങ്ങനെ വിഭൂതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഖൽ പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം. ഗതി എന്നുവെച്ചാൽ പോക്ക്, വെച്ചാൽ ലക്ഷ്യം എന്നർത്ഥമാണ്. എവിടെയാണ് എത്തേണ്ടത്? ഭഗവാനല്ലാണ്ട് ഒരു ഗതി ഇല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി എത്തേണ്ടത് ഭഗവാനിലെത്തണമാണ്. അവിടെയും ഒരാൾ എന്നുള്ള ശ്രീകൃഷ്ണൻ ഒരാളല്ലത്, പൂർണ്ണത. അത് എൻ്റെ ലക്ഷ്യം. ഗതി. ഭർത്ത, ഭരിക്കുന്ന ആൾ, അതും ഭഗവാൻ തന്നെ. ഭർത്ത. പ്രഭു,
എല്ലാം ചെയ്യാൻ കഴിവുള്ള ആളെയാണ് പ്രഭു എന്ന് പറയാം. പ്രഭുക്കന്മാരെന്നൊക്കെ പറയും. പ്രഭു ഭഗവാൻ സാക്ഷിയാണ്. എന്താ ഈ സാക്ഷി എന്ന് വെച്ചാൽ പ്രവൃത്തികളൊക്കെ ചെയ്യും, സാക്ഷിക്ക് അതിൽ വികാരമില്ല. ഏതുപോലെ സൂര്യൻ സാക്ഷിയായിട്ട് നിൽക്കണം. നിങ്ങൾ ആ സാക്ഷിയുടെ ഇതിൽ വെച്ചിട്ട് നല്ല പരോപകാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് ഭഗവാനൊന്നും വിരോധമില്ല. ആ സൂര്യൻ്റെ വെളിച്ചത്ത് തന്നെ എന്താ അക്രമം ചെയ്യാനും കള്ളപ്പ് ഇട്ടിട്ട് കാശ് തട്ടിപ്പറിക്കലോ എന്തൊക്കെ ചെയ്യുന്നു അതുമായാം, രണ്ടും സൂര്യനെ ബാധിക്കുന്നില്ല. അതുപോലെ ഇവിടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ സാക്ഷിയാണ്, ചെയ്യുന്നതൊക്കെ പ്രകൃതിയാണ്. രാമായണത്തിൽ സീത പറയുന്ന ഭാഗമുണ്ട്, ഞാൻ ചെയ്യുന്ന ആണ് കാര്യങ്ങളൊക്കെ അത് വിവരമില്ലാത്തവർ പ്രഭുവിലാക്കണു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുടേ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ, എന്നുടേ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കിലാക്കിയിടുന്നു അബുധജനം. വളരെ രാമായണം വായിച്ചാൽ ഈ ഇതിൻ്റെയൊക്കെ അർത്ഥം വളരെ നന്നായിട്ട് മനസ്സിലാവും. വിവരമില്ലാത്തകൾ പ്രകൃതിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത്. പ്രകൃതിക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ചലനമാണ്. ചലനം എന്നുള്ളത് റിലേറ്റീവ് അല്ലെങ്കിൽ സാപേക്ഷമാണ്. ചലിക്കാത്ത ഒന്നിൻ്റെ മുകളിലേ ചലിക്കു വയ്ക്കൂ, അതുകൊണ്ട് സാപേക്ഷം. മറ്റേത് അങ്ങനെയല്ല, റിലേറ്റീവ് അല്ല, അബ്സല്യൂട്ട് പൂർണ്ണമാണ്, അത് നിരപേക്ഷം. ഭഗവാൻ നിരപേക്ഷനാണ്. ആ നിരപേക്ഷന് ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സാക്ഷി എന്ന് പറയുമ്പോൾ നിരപേക്ഷത്വം ഭാഗവതത്തിൽ വളരെ പ്രധാനമാണ് ഈ നിരപേക്ഷം. ഞാൻ പല പ്രാവശ്യം ചൊല്ലിയുള്ള ശ്ലോകമാണ്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേയേ ഇത്യഘ്രിരേണുഭി. ഏകാദശത്തിൽ 14 അധ്യായത്തിൽ 16 ശ്ലോകം. ഏകനാഥ സ്വാമി ഭാഗവതത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്ലോകം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ വെച്ചാൽ നിരപേക്ഷണം. അദ്ദേഹം നിരപേക്ഷം വെച്ചാലോ എങ്ങനെയാ? അപ്പോൾ മുനിയും പിന്നെ ഒന്നും പറയേണ്ടതില്ലല്ലോ, എന്തെങ്കിലും ആവശ്യമെങ്കിൽ ചോദിക്കുക, മുനിയും. അതുകൊണ്ട് അദ്ദേഹം ശാന്തനായി. നിരപേക്ഷം മുനിയും ശാന്തം. ആരും എന്താണ് വൈരണ്ടാവാൻ വയ്യ, നിർവൈരം. കാരണം സമദർശനം. അങ്ങനെയുള്ള ഭക്തൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ പൊടി തട്ടിയിട്ട് ഞാൻ ശുദ്ധനാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നടക്കണു എന്ന് വരെ പറഞ്ഞിരിക്കുന്നു ഭഗവാൻ. അതാണ് പൊടി സാക്ഷി എന്നുള്ളത് വളരെ പ്രധാനമാണ്. സാക്ഷി ആരാ? ഒരു കാട്ടിലെ ഒരു മരം പുഴങ്ങി വീണു. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയം. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവാമെന്ന് ഓർത്തില്ല, ഞാൻ മാത്രം ഉണ്ടായിരുന്നു, വേറെ ഒരു മനുഷ്യണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മരം വീഴുന്ന സമയത്ത് വേറെ ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ടില്ല, സാക്ഷി ഞാനാണ് എന്ന് പറയും. അപ്പോൾ ജഡ്ജി ചോദിച്ചു, അപ്പോൾ താണ്ടായിരുന്നു തീർച്ചയായില്ല, ഒരാളുണ്ടായില്ല പറയുമ്പോൾ താനുണ്ട്. അതുണ്ട്, ഞാനുണ്ട്. ഞാൻ ശരീരമല്ല അവിടെ, സാക്ഷി നിവാസ, എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലം ഭഗവാനാണ്. ദിവസം ഇനി ഭക്തനെ പറ്റി പറയുന്നതിനെ കുറിഞ്ഞിട്ട് അവിടെ അനികേത സ്ഥിരമതിർ ഭക്തിമാന്മേ പ്രിയോ നര എന്ന് 12 ഉണ്ട്. അവിടെ അനികേത ഭക്തൻ നികേതനം ഇല്ലാത്ത ആളാണെന്നാ, വീടില്ലാത്ത ആൾ. അപ്പം എന്താ ഭക്തൻ പറഞ്ഞാൽ അങ്ങനെ പാവം കണ്ടി നടക്കുന്ന ആളാണോ? അതല്ല അർത്ഥം. എൻ്റേതായ ഒരു പ്രത്യേക വീടില്ല ഭക്തന്. എല്ലാ വീടും ഭക്തൻ്റെയാണ്. കാരണം എല്ലാം ഈശ്വരൻ്റെ ആണല്ലോ. അതാണ്, അല്ലാണ്ട് വീടില്ലാത്ത ആളല്ല ഭക്തൻ. അങ്ങനെയാണ് ഈ ഒന്നിനും കൊള്ളാത്തവരാവും ഭക്തന്മാരൊക്കെ. ഇതങ്ങനെയല്ല, ഭക്തൻ്റെ അല്ലാത്ത വീട് വേറെ ഒന്നുമില്ല. അതുപോലെ എല്ലാവരുടെയും നിവാസം ഭഗവാനാണ്. ശരണം, ശരണാഗതി എന്നുള്ളത് ബുദ്ധൻ്റെ വളരെ പ്രധാനമാണ്. എല്ലാം ശരണം, ബുദ്ധം ശരണം. അവിടെ ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, പിന്നെ ധർമ്മം ശരണം ഗച്ഛാമി. 3 അതിൽ ബുദ്ധൻ എന്ന് പറയുമ്പോൾ ആളുണ്ട്, സംഘം ഒന്നുകൂടി ഒരു സംഘായി. അത് കഴിഞ്ഞിട്ട് ധർമ്മത്തിനെ ശരണം പ്രാപിക്കുന്നു. ആ ധർമ്മം എന്നുള്ളത് നിലനിൽക്കുന്നത് ധരതി ഇതി ധർമ്മ. ആ ശർമ്മവും അതും ഞാനാണ്. ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ്. 5ൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം. ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ് എന്ന് 5ാമത്തെ അധ്യായത്തിലെ അവസാനത്തിൽ പ്രത്യേകമായിട്ടുമുണ്ട്. കാരണം മനസ്സാക്ഷിയാണ് ഭഗവാനെ. അപ്പം നിങ്ങളൊരു ചീത്തതരം ചെയ്യുകയാണെങ്കിൽ മനസ്സാക്ഷി പറയും, വേണ്ട കേട്ടോ,
അങ്ങനെ ചെയ്യണ്ട എന്ന് പറയും. നിങ്ങളത് കൂട്ടാക്കില്ല, എന്നിട്ട് വല്ലതും ചെയ്യും. അപ്പോഴും പറയും ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ലേ വേണ്ട എന്നുള്ളത്, ഇനി ഇങ്ങനെ ചെയ്യൂ. അങ്ങനെ നല്ലത് പറഞ്ഞു തരുന്ന ആളാണ് ഉള്ളിലുള്ള ഈ സുഹൃത്തെ. ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ്, സർവഭൂത സുഹൃത്ത് എന്നാണ്. അപ്പോൾ നമ്മൾ ആ സുഹൃത്ത് പറയുന്നത് കൂട്ടാക്കണില്ല. എന്തുകൊണ്ട്? അഹങ്കാരം കൊണ്ട്. അത് പാടില്ല. സുഹൃത്ത് പ്രഭവ എന്നുവെച്ചാൽ പ്രകർഷേണ ഭവിക്കുക, ഉണ്ടാവുക. എന്തെല്ലാം ഉണ്ടാവുന്നോ അതൊക്കെ എന്നിൽ നിന്നാണ്. പ്രളയ എന്തെല്ലാം ലയിക്കുന്നോ അതും എന്നെയാണ്. സ്ഥാനം ഇവയ്ക്ക് ഉണ്ടാവാനും ഇല്ലാതെയാവാനും ലയിക്കാനുമുള്ളൊരു സ്ഥാനമുണ്ടല്ലോ, അതും ഞാനാണ്. പ്രളയ സ്ഥാനം. നിധാനം എല്ലാത്തിനെയും ഹനിക്കുന്നത് ഞാനാണ്. ബീജം എല്ലാത്തിൻ്റെയും ബീജം ഞാനാണ്. അങ്ങനെയാണത്. ബീജത്തുനിന്ന് മരം ഉണ്ടാവണു, അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ ബീജം നശിക്കണില്ല. കാരണം ആ മരത്തിൽ കോടാനുകൂടി ബീജങ്ങൾ അവനുണ്ട്. അതുകൊണ്ടാണ് ബീജം അവ്യയം എന്ന് പറയുന്നത്, നശിക്കാത്ത ബീജം. മറ്റു സാധാരണ നമ്മളൊരു മാങ്ങിൻ്റെ അണ്ടി കുടിച്ചാൽ അത് നശിച്ചിട്ടാണല്ലോ മാവ് ഉണ്ടാവുന്നത്. ഇതങ്ങനെയല്ല. കാരണം അവിടെ അങ്ങനെയല്ല. മാവിൻ്റെ മുകളിൽ പിന്നെ ആദ്യം വണ്ടി ഉണ്ടാവുന്നുണ്ട്. ശ്രദ്ധ അങ്ങനെയല്ല. ഈ ബീജം ഒരിക്കലും നശിക്കാത്തതാണ്, അവ്യയമാണ്. പറഞ്ഞു വരുന്ന കാര്യങ്ങളെന്നുള്ളൂ. ഇതൊന്നു മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നുണ്ട്. ഇതൊക്കെ ബ്രഹ്മത്തിൻ്റെ പേരാണ്. സത്യം ഉള്ളത് രണ്ട് വയ്യ. സത്യം. ജ്ഞാനം ഉള്ളത് അറിവ്. അറിയലല്ല, അറിവ്. നാരായണഗുരുസ്വാമിയുടെ അറിവ് എന്നൊരു കവിത ഉണ്ട്, 16 ശ്ലോകം. അങ്ങനെ വേദാന്താണ്. മറ്റേതിൽ ത്രിപുടി ഉണ്ട്. അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിയല്. അവ ത്രിപുടിയായി. അത് ഈശ്വരനല്ല. അതിൽ വാസ്തവത്തിൽ ഈ അറിവേ ഉള്ളൂ. അറിയപ്പെടുന്ന വസ്തു കണ്ട് പോയാൽ പിന്നെ അറിയലില്ല. പക്ഷേ അറിയുന്നവൻ അവിടെ നിൽക്കും. അത് ഞാനാണ്. അവിടെ പറഞ്ഞത് സ്ഥാനം, നിധാനം, ബീജം, അവ്യയം. അടുത്ത ശ്ലോകം വളരെ പ്രധാനം ആണ് എന്ന് പറയാറുണ്ട്. തവാമ്യഹം വർഷം നിഗൃഹ്ണാമി ഉത്സൃജാമി ച അമൃതം ജൈവ മൃത്യുശ്ച സദസശ്ചാഹമർജുന. അഹം തപാമി, ഞാൻ തപിപ്പിക്കുന്നു. സൂര്യൻ്റെ രൂപത്തിലെന്ന് വയ്ക്കുക. എന്തിന്? ഈ ആവി ഉണ്ടാവാനേ. തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തപം എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ വളരെ രസമുള്ള വാക്കായ തപസ്സേ. പലരും വിചാരിച്ചുള്ളത് സർക്കസ് പോലെ എന്ന് കാണിക്കുകയാണ്. അതല്ലാന്ന് വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ തപം എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കാമത്യാഗ തപസ്മൃത. ഒരാഗ്രഹവുമില്ലാതെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പൂർണ്ണത. അതിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് തപസ്. അല്ലാതെ അതൊരു ക്രിയയല്ല, മനസ്സാണ് തപസ്. തപാമ്യഹം വർഷം, ഈ വർഷത്തെ ഞാൻ ഉണ്ടാക്കുന്നു. നിഗൃഹ്ണാമി ഉത്സൃജാമി ച, അതിനെ പിടിച്ച് അവിടെ കൊണ്ടുപോയാക്കണു. ഉത്സൃജാമി ച വിടണു. ഇവിടുന്ന് കൊണ്ടുപോകണം, അവിടെ നിന്ന് മുകളിൽ നിൽക്കണം. എന്നിട്ട് കഴിഞ്ഞിട്ട് ആവശ്യമാകുമ്പോൾ ഇവിടെ വിടണം. അതായത് ഇവിടെ ഈ വർഷം ആണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. മഴയില്ലെങ്കിൽ നോക്കൊന്നും സാധിക്കില്ല. അതൊക്കെ സൂര്യനാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ധാരം. സൂര്യനിലുള്ള ഈശ്വരനാണ്. സൂര്യൻ ഒരു ജഡ ആണ്. അത് തൽ സവിതുർ വരേണ്യം എന്നുള്ളതിൽ സവിതാവിനെയാണ്, സൂര്യനിലുള്ള ഈശ്വര ശക്തിയാണ് നാം ഭജിക്കുന്നത്, അല്ലാണ്ട് സൂര്യനെയല്ല. കാരണം സൂര്യൻ എന്ന് പറയുന്നത് അനവധി ഗോളങ്ങളിൽ ഒരു ഗോളം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സൂര്യന് പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ സൂര്യനിലും നമ്മളിലും ഭൂമിയിലും എല്ലാ ദിക്കിലും ഏതൊരു ബോധശക്തി ഉണ്ടോ അതിനെയാണ് പറഞ്ഞത്. അതിനെ ഞാനങ്ങനെയാണ് അമൃതം. സാധാരണ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിരുന്നത് അമൃതാണ് പോലെ, നല്ല പായസമൊക്കെ അമൃത് പോലെ ഉണ്ട്, നല്ല സ്വാദുണ്ടെന്നർത്ഥം. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല. അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തത്, അല്ലെങ്കിൽ മാറ്റമില്ലാത്തത്, സ്ഥിരമായത്, നശിക്കാത്തത്. ഈ സത്യം, ജ്ഞാനം, അനന്തം എന്നൊക്കെ വരും ആ അമൃതത്തിൽ. അമൃതം ജൈവ മൃത്യുശ്ച, മൃത്യുവും ഞാനാണ്. കാരണം അമൃതം മാത്രമേ ഭഗവത് ഇരിക്കുക. മൃത്യു എന്നില്ല കഴിഞ്ഞാൽ മാറ്റം വരുന്നത് എന്ന് പറയുമ്പോൾ മാറ്റം വരാത്തതൊന്നും ഉണ്ടാവില്ലോ. അവിടെ ഒരു ദ്വന്ദ്വം വരും. മറ്റത് ഏകം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞിടത്ത് സ്വഗത സജാതീയ വിജാതീയ ഭേദങ്ങളെ അകറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഏകം എന്താണ്? ഏകം ഏവ അദ്വിതീയം. അവിടെ ബ്രഹ്മ, അവിടെ ഭഗവാൻ
ഈ ജീവിതത്തിലേക്ക് കടന്നു വരണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുക, അമൃതം ജൈവ മൃത്യുശ്ച. അടുത്ത വാക്ക് വളരെ പ്രധാനമാണ്. സദസച്ചാഹമർജുന. സത്തും അസത്തും ഞാനാണ്. അതായത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഈശ്വരവിശ്വാസിയും നിരീശ്വര വിശ്വാസിയും ഞാനാണ്. ഇത് പലർക്കും അംഗീകരിക്കാൻ വിഷമം തോന്നുന്നു. അങ്ങനെ വേണ്ടതില്ല. കാരണം നിരീശ്വരവാദി എന്നുള്ളതൊന്നുമില്ല. അയാൾ മോശമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടുണ്ടെന്ന് വരും. അപ്പോൾ നിരീശ്വരവാദിയും ഈശ്വരവാദിയും ആകുമ്പോൾ വാദം അവിടെ പൂർണ്ണത വരില്ല. ഇല്ലേ, ഞാൻ ഈശ്വരവാദിയാണ്, അയാൾ നിരീശ്വരവാദിയാണ് പറഞ്ഞാൽ അപ്പം പകുതി നിരീശ്വരവാദിക്കും കേമത്തം വരും. കാരണം അയാളുണ്ടല്ലോ, നിങ്ങൾ അംഗീകരിച്ചില്ലേ. ഇതല്ല, നിരീശ്വരവാദി എന്ന് പറയുന്ന ആളും ഈശ്വരവാദി തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാനുള്ളത്? അപ്പോൾ സദസ ചാഹം വളരെ കേമായിട്ടുള്ളൊരു വാക്കാണ്. ഇനി ഇത് പ്രായോഗിക ജീവിതത്തിലേ പറഞ്ഞു. അല്ല, ഞാൻ ഈശ്വരവാദിയാണ്, നിങ്ങൾ ഈശ്വരവാദി അല്ല പറയുമ്പോൾ രണ്ടുണ്ടായല്ലോ. അപ്പോൾ ഇതേ പറഞ്ഞ ഏക എന്നുള്ളില്ലല്ലോ. ഇനി അസതുച്യത എന്ന് 13 വരാൻ പോണ്ട്. അവിടെ പറഞ്ഞത് ഞാൻ സത്വമല്ല അസത്വമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പകലുമല്ല രാത്രിയല്ല എന്ന് സൂര്യന് പറയാം. കാരണം സൂര്യനിൽ പകലുമില്ല രാത്രിയില്ല. ഭൂമി തിരിയുന്നതുകൊണ്ട് ഭൂമിയിലാണ് ഈ രാത്രിയും പകലൊക്കെ വരുന്നത്, അല്ലേ? കാരണം അതെങ്ങനെയാണത്? സാപേക്ഷ. സൂര്യനെ അപേക്ഷിച്ച് ഈ ഭൂമിക്ക് സ്ഥലമുള്ളൂ. സൂര്യന് ഭൂമിയുടെ അപേക്ഷ ഇല്ലാണ്ട് തന്നെ ഈ പ്രഭ കൊടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് സൂര്യനിൽ വേണമെങ്കിൽ സത്വമില്ല അസത്വമില്ല എന്ന് പറയാം. ഇവിടെ ഭഗവാൻ മറ്റൊന്നു തന്നെ പറഞ്ഞത് ജീവിതത്തിൽ പറഞ്ഞു, സദസ്സാഹ, സത്തും ഞാനാണ് അസത്തും ഞാനാണ് വെച്ചാൽ ഉള്ളതും ഉണ്ടായതും ഞാൻ തന്നെയാണ്. കാരണം ഉള്ളതെന്നല്ലേ ഉണ്ടായത് നോക്കും. ഉണ്ടായതൊന്നും ഇല്ല എന്ന് പറയണ്ട, ഉള്ളതും ഉണ്ടായതും ഞാൻ തന്നെയാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ് ഈ ഒരു ശ്ലോകം എന്ന് വിനോബാജി പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ ഒന്നിനെയും നിഷേധിക്കുന്നില്ല, എല്ലാം സ്വീകരിക്കണം. ഇതുപോലെ സമുദ്രം പോലെ നല്ല വെള്ളം വന്നാലും ചീത്ത വെള്ളം വന്നാലും എന്തു വന്നാലും സമുദ്രത്തിൽ വന്നാൽ ആ സമുദ്രത്തിന് ഈ ചീത്തത്തരൊക്കെ കളഞ്ഞ് അതിനെ നേരെയാക്കാനുള്ള കഴിവുണ്ട്. അതുമാതിരി ഭഗവാനിൽ നിങ്ങൾ എന്തൊക്കെ സത്ത് വന്നാലും ശരി, അസത്ത് എന്ന് പറഞ്ഞാലും ശരി, എന്തൊക്കെ പറഞ്ഞോളൂ, എങ്ങനെയൊക്കെ വന്നാലും അതൊക്കെ ഈശ്വരൻ തന്നെയാണ്. കാരണം ഈശ്വരനെ വിട്ടില്ല. മറ്റതൊക്കെ ഈ പ്രായോഗിക കാര്യത്തിന് വേണ്ടി പറയാണ് വരലും ചേരലൊക്കെ അങ്ങേ അറ്റത്ത്. അവിടെ പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പ്രാതിഭാസിക വ്യാവഹാരിക സത്യത്തിലായി പറയുന്നത്. പാരമാർത്ഥിക സത്യത്തിൽ ഇതൊന്നുമില്ല എന്നുള്ളത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 3 സത്യവും ആവശ്യമാണ്. പാരമാർത്ഥിക സത്യത്തിൽ ഈശ്വരൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പിന്നെ ഈ ഗീതാ ക്ലാസ്സും ഉണ്ടാവില്ല, പ്രശ്നമില്ലല്ലോ. ആരോടെ പറയണതും എല്ലാം ഒന്നുമില്ല. വ്യാവഹാരികത്തിൽ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ആവശ്യം വരും. വ്യാവഹാരികത പ്രാതിഭാസികവും വേണം. കാരണം ചില പ്രതിഭാസങ്ങളൊക്കെ അതിനാണല്ലോ നമ്മൾ സിനിമയും അല്ലെങ്കിൽ നാടകമൊക്കെ കാണുന്നത്. നാടകം കാണുന്ന അറിയാം, എന്നിട്ട് സന്തോഷിക്കണമല്ലോ. അപ്പോൾ അത് ആവശ്യമാണ്. അപ്പോൾ ഭഗവാൻ ഒരു സംശയം നമ്മളെ സൃഷ്ടിച്ചുള്ളത് ഇത് കണ്ട് സന്തോഷിക്കാനാവാം. ഏതായാലും ഭഗവാന്റെ സങ്കല്പമാണല്ലോ ഇതൊക്കെ. അപ്പോൾ സങ്കല്പത്തിൽ ഭഗവാൻ സങ്കല്പിക്കുന്നു. പക്ഷേ ഭഗവാൻ ഇത് കാണുമ്പോഴും സങ്കല്പമാണെന്ന് അറിയാം. അതുകൊണ്ട് അതിന് ഇതൊന്നും ബാധകമല്ല. നമ്മൾ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ നാടകം കാണുമ്പോൾ സങ്കല്പമല്ല എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടുക. ഞാനൊരു മുസൽമാൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, തന്മയീഭാവം. ഒരതിര് വരെ തന്മയീഭാവം പാടുള്ളൂ. ആനന്ദിക്കാനാവാം, പ്രവർത്തിക്കാനാവരുത്. തന്മയീഭാവം പ്രവർത്തനത്തിൽ വരില്ല. കാരണം രണ്ടും ഒന്നായിരുന്നു തോന്നുകയല്ലേ. അപ്പോൾ രണ്ടുണ്ടല്ലോ, അത് വയ്യാന്ന് അർത്ഥം. ഈ പറഞ്ഞു ത്രൈവിദ്യാമാം സോമപാ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാന്റെ സുരേന്ദ്രലോക അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗൻ. സാമാന്യക്കാരൻ്റെ കഥയായി ഇവിടെ പറഞ്ഞത്. നമ്മൾ വാസ്തവത്തിൽ ഈശ്വരനെ ഭജിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും നമുക്ക് സൂഹിക്കാനാണ്. ഇപ്പോൾ വഴിപാട് കഴിക്കുക. ഇതിന് ഞാൻ ഇങ്ങനെ നേർന്നിട്ടുണ്ട്, പരീക്ഷ പാസ്സായി, എത്ര ഉറുപ്പിക പാസ്സാ, ഭഗവാന് പായസം കഴിക്കാം. അവിടെയൊക്കെ ഒരു കച്ചവട മനസ്ഥിതി ഉണ്ട് വഴിപാടിന്. അതുകൊണ്ട് വഴിപാട് നല്ലതല്ല. സമർപ്പണേ വയ്ക്കൂ. ഇവിടെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ അവിടുത്തെയാണ്, ഞാനിങ്ങോട്ട് എടുത്തു എന്നുള്ള തെറ്റ് ചെയ്തിരിക്കണു, ഇതൊക്കെ അവിടേക്ക് സമർപ്പിച്ചിരിക്കണു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സുഖദുഃഖങ്ങളുടെ മോഹം ഉണ്ടാവില്ല. ഇവിടെ ഈ പറയുന്ന ഇതൊക്കെ എന്ന് വെച്ചാൽ 2-44
ശ്ലോകം ഓർമ്മ വെച്ചാൽ മതി. എന്താ ഓർമ്മ ഉണ്ടോ ശ്ലോകം? അതായത് ഭോഗ ഐശ്വര്യ പ്രസക്താനാം തയാ അപകൃതതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയത. വളരെ പ്രധാനപ്പെട്ടാണ്. 44 ഭോഗം എന്ന് പറഞ്ഞാൽ ഭുജിക്കണം എന്ന് തോന്നുക. ഭുജിക്കുക എന്ന് തോന്നുമ്പോഴത്തെ ഒരു പ്രത്യേകത, ഞാൻ പൂർണ്ണനല്ല എന്ന് പറയുമ്പോഴാണല്ലോ വിശപ്പുണ്ടാവണല്ലേ ഭുജിക്കണ്ടു. വിശപ്പ് തോന്നില്ലെങ്കിൽ പിന്നെ ഭോജനമില്ല. അപ്പോൾ ഞാൻ അപൂർണനാണ് എന്ന ഭാവത്തിൽ നിന്നാണ് ഭോഗം എന്നുള്ളത്. ആ ഭോഗത്തിന് പദാർത്ഥങ്ങളാ വേണ്ടു. പക്ഷെ ഇപ്പം എന്തായെന്ന് വെച്ചാൽ ആ പദാർത്ഥങ്ങൾ കിട്ടണേക്കാൾ അത് കിട്ടാൻ ഐശ്വര്യം ഉണ്ടായാൽ സാധിക്കുന്നൊരു തോന്നലായി. അപ്പം എന്തായി, ഐശ്വര്യത്തിന് വേണ്ടി ഇന്നിപ്പോൾ ലോകത്തിലെ ആളുകൾ മുഴുവനും കഷ്ടപ്പെടുന്ന മുഴുവനും പണം ഉണ്ടാവാനാണ്. കാരണം പണം ഉണ്ടായാൽ മറ്റൊക്കെ കിട്ടുന്നൊരു തോന്നല. വാസ്തവത്തിൽ ഒരു ക്ഷാമം വന്നു വരിക, അരി കിട്ടാത്തൊരു കാലം ഇവിടെ ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് അരി വരാണ്ടായി കുറച്ച് ദിവസം. എത്ര പണം പെട്ടിയിലുണ്ടെങ്കിലും അരി എവിടെ കിട്ടുക? ഐശ്വര്യം അവിടെ ഇരിക്കുകയുള്ളൂ. വേണ്ടത് അരിയും നാളികേരവും മറ്റു സാധനങ്ങളാണ്. അതാ ഭോഗം. ഇപ്പോൾ നമ്മളിന്ന് ഭോഗത്തിലും ഐശ്വര്യത്തിലും പ്രസക്തനെ തയാ അപകൃത ചേതസം. അതുകൊണ്ട് മനസ്സ് അപഹരിക്കപ്പെടുക. അവർക്ക് വ്യവസായാത്മിക ബുദ്ധി, സമാധാനം എന്നുള്ള ബുദ്ധി സമാധവും എന്ന വിധീയത, സമാധിയിൽ പോലും ഉണ്ടാവില്ല. വളരെ വ്യക്തമായിട്ട് ഭഗവാൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ശ്ലോകമാണ് 2-4. അതുപോലെയാണ് ഇവിടെ ത്രൈവിദ്യമാം സോമപാ ഭൂതപാവ യജ്ഞയിലിഷ്ട സ്വർഗതിയും പ്രാർത്ഥയന്തേ. അവർക്ക് ആവശ്യം ഇവിടുത്തെ സൂചിച്ചാൽ പോരാ, മരിച്ചു പോയാൽ സ്വർഗത്തിലും എന്തു വേണം, സുഖമായിട്ട് ജീവിക്കണം. ഇതേവരെ ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ട് അനുഭവമില്ല, പറയുന്നു കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് സ്വർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൽ പറയുന്നു സ്വർഗ സത്വഗുണോദയ. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ആണ് അതിൻ്റെ പേരാണ് സ്വർഗം. നരക തമ ഉന്നാഹ, തമസ് വളരെ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പേരാണ് നരകം. അപ്പം നരകവും സ്വർഗമൊക്കെ ഇവിടെ തന്നെയാണ്, നമ്മളുടെ ഈ ഗുണങ്ങളുടെ വർധനയാണ്. അപ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇവിടെ പ്രാർത്ഥയന്തേ, അവർ അത് കിട്ടിയാൽ സ്വർഗത്തിൽ പോകാൻ. തമാശ പറയാറുണ്ട് സ്വർഗത്തിൽ, വീണ്ടും പറയാതിരിക്കാം, പക്ഷെ ഇതൊക്കെ എത്ര പറഞ്ഞാലും തീരില്ലല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ പ്രമാണിമാർ മഞ്ചലിലാണ് പോവുക. അതിൽ 4 ആൾ എടുക്കാൻ വേണം, അതിലിങ്ങനെ കിടക്കുന്നുണ്ട് സുഖമായിട്ട് പോവുക. അപ്പോൾ സ്വർഗത്ത് പോയാൽ മഞ്ചലിൽ പോവാം, അവിടെ സുഖമായിട്ട് അതേ വേണ്ടു എന്ന് കരുതുന്ന ഒരാൾ. അപ്പോൾ വിനോദ് ചോദിക്കണം, വളരെ ശരിയാണ്, മഞ്ചലിൽ കിടന്നോട്ടെ, അതിലെടുക്കണം 4 ആളുണ്ടല്ലോ, അവരെവിടെയോ ചോദിച്ചു, അവർ സ്വർഗത്തിലോ നരകത്തിലോ? അപ്പം ഞാൻ സ്വർഗത്ത് പോയി അവിടെ മഞ്ചലെടുക്കല എൻ്റെ പണി വയ്ക്കുക, എനിക്ക് സ്വർഗം വേണ്ട, ഇവിടെ തന്നെ മതി. അപ്പോൾ സ്വർഗം ഈ ധാരണ അത് പഠിക്കണം. സുഖമാണ്, മറ്റവൻ ഈ കഷ്ടപ്പെടുന്നതൊന്നും ഇവനെ അറിയണില്ല, വേറെ ആളെടുത്തിട്ടാണ്. അപ്പോൾ അതൊരു സ്വർഗമൊന്നുമല്ല. അത് മറ്റേ എന്ത് ഭക്ഷണം ചോദിച്ചു അതിങ്ങനെ കിട്ടും. അപ്പോൾ അത് ആ ഭക്ഷണം ഉണ്ടാക്കാനാരാ? അതിനൊരാൾ വേണമല്ലോ, അവർക്ക് സ്വർഗമൊന്നുമില്ലല്ലോ. ഈ ഒരു മാപ്പിളയെ പറ്റിയൊരു കഥ പറയും, അവർ ചിന്തിക്കല്ല, പൊതുവെ അവർക്ക് ഈ സ്വർണത്തിന് വലിയ മോഹം, പണത്തിനെ അതിന്. അപ്പോൾ ഒരാൾ പറഞ്ഞു സ്വർഗത്തിൽ ഈ തലോണിയും കൂടി സ്വർണം കൊണ്ടാ പറഞ്ഞു. എന്താ സുഖം എന്ന്. ഇതിലും മേലെ കൊള്ളരുതായി ഉണ്ടാവുക. ഈ തലോണിൻ്റെ ഒരു കട്ടുണ്ടായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച തലവേദനിക്കില്ലേ? തലോണ പഞ്ഞുകൊണ്ടാവണം, അല്ലാണ്ട് ഈ സ്വർണ്ണം കൊണ്ടായാൽ പറ്റില്ല. പക്ഷേ നമ്മുടെ ആ അല്ലേ തന്മയീഭാവേ, സ്വർണ്ണത്തിൽ തന്മയീഭാവം, സ്ത്രീയിൽ തന്മയീഭാവം, ആ അധികാരത്തിൽ തന്മയീഭാവം വരുമ്പോൾ അതാണ് ഒക്കെയും വലുത്. അങ്ങനെ അവരെ ഭഗവാൻ വ്യക്തമായിട്ടും കളിയാക്കണം. ആരെ? ത്രൈവിദ്യ മാം സോമപാ പൂതപാവ യജ്ഞയിലുഷ്ട സ്വർഗം ബ്രഹ്മത്തെ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകൻ അശ്നന്തി. അവർ പുണ്യം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. എന്ത്? സ്വർഗം. സ്വർഗിച്ച പുറത്തല്ല, ഇവിടെ തന്നെ അവർക്ക് ഈ ഭൗതികമായ സുഖങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിന്ന് വരും. ഈ പ്രവൃത്തിക്ക് ഫലമില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വിഷമം എന്താ വെച്ചാൽ അതൊന്നും ശാശ്വതമല്ല എന്ന്. ഈ ഗീതയോ അല്ലെങ്കിൽ പുസ്തകം കേൾക്കണമെങ്കിൽ സാധന ചതുഷ്ടയ സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തന്നെ നിത്യാനിത്യ വിവേകം എന്നാണ്. ഏത് നിത്യം ഏത് അനിത്യം, ഈ വിവേകം ഉണ്ടായ ആളായ ഈ ഗീതയോ ഭാഗവതമൊക്കെ വായിച്ചൊരു കാര്യമുള്ളൂ പറയാറുണ്ട്. പലർക്കും അതില്ല, നിത്യാനിത്യ വിവേകമില്ല. എന്നിട്ട് അനിത്യമായ സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗീത വായിക്കണമെന്നും ഭാഗവതം വായിക്കുന്നത് പോലും.
ഇപ്പോൾ സപ്താഹമൊക്കെ വായിക്കുന്നതിന് ഒന്ന് കല്യാണം കഴിയാൻ, അതല്ലെങ്കിൽ കുട്ടി ഉണ്ടാവാൻ, അല്ലെങ്കിൽ ശത്രു നശിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ ഭാഗവതം വായിക്കുന്നത്? ഭാഗവതത്തിൻ്റെ എത്രയോ മഹത്തായ കാര്യം അവിടെ അവസാനം ശുഖബ്രഹ്മനോട് ആ പരീക്ഷനോട് പറയും, ബ്രഹ്മോപദേശത്തിലെ രാജാവെ അങ്ങ് ജനിച്ചിട്ടില്ല, അങ്ങ് മരിക്കൂല്ല, തക്ഷകനുമില്ല, കടിക്കണമില്ല, എല്ലാം വെറും എന്താണ് പശുബുദ്ധി മിമാം ജഹീം, ഈ മൃഗീയമായ ബുദ്ധി ഉണ്ടല്ലോ ഇതിനെ വിടൂ എന്നൊക്കെ അവസാനേ പറയുള്ളൂ. ഇതൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ശേഷം അതുപോലെ അതുവരെ അതെ അദ്ദേഹത്തിന് ആരോടും ശത്രുതയില്ലായുള്ളൂ. സങ്കല്പമില്ലാതെയാവും. ഇവിടെ പറഞ്ഞ് 6 എല്ലാത്തിനും ഗീതയെ ശ്ലോകം എടുക്കുന്നുണ്ട്. സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്തോച്ചത് പറഞ്ഞു കൊടുക്കുന്നു. സങ്കല്പം മുഴുവനാ പോയാൽ അദ്ദേഹം യോഗാരൂഢനായി. അതിന് അപ്പോൾ സങ്കല്പമില്ലാതെയൊക്കെ ആവശ്യമുണ്ടത്. ഇവരങ്ങനെയല്ല, ഇവരൊക്കെ സങ്കല്പം കൂട്ടുകയാണ്. അതെ അതെ. അശ്നന്തി ദിവ്യാൻ ദിവഭോഗൻ തേ തം ഭുക്ത്വ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അത് കഴിഞ്ഞപ്പോൾ മടങ്ങി ഇങ്ങടന്നെ ഗതാഗത അങ്ങോട്ട് പോവുക, പോക്കി വരവ്. പക്ഷേ സമാധാനം ശാന്തി ഉണ്ടാവില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ സാമാന്യക്കാരായ അല്ലെങ്കിൽ ബുദ്ധി കുറച്ച് കുറവായ, ശകാര്യമല്ല, കുറച്ച് പരിചയം അവർക്ക് ഇത്തിരി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഒരു ഗുണമൊന്നും ഇല്ല എന്നുള്ളത് കുറെ കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെ നിത്യനരകം എന്ന് ഹിന്ദു മതത്തിലൊന്നുമില്ല. കാരണം അത് വയ്യ. സങ്കല്പം നേരെ മറിച്ചല്ല, നിത്യസുഖം അല്ലെങ്കിൽ എന്നുള്ളത് ഉണ്ടേനി എല്ലാവർക്കും സാധിക്കുന്നവർ. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രീധർമ്മ മനുപ്രവന്ന. ഈ 3 ധർമ്മങ്ങൾ ഗതാഗതം കാമകാമാലബന്ധ, പോക്കുവരത്ത്, അങ്ങോട്ട് പോവുക അങ്ങോട്ട് വരിക, അങ്ങനെയല്ലേ. നിഴലിനടുത്തെന്ന് പറയാറുണ്ട്. അങ്ങനെ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, അത് അവർക്ക് തരാവും. അപ്പോൾ ഭഗവാൻ ഈ മാതിരി ആളെ വളരെ രസികമായിട്ട് തന്നെ ഒന്ന് കളിയാക്കണം. അപ്പോൾ ഗീത വായിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഗീത ഞാൻ പറയണതും നിങ്ങൾ കേൾക്കുന്നതും എന്തിനാവണം? ജ്ഞാനം അല്ലെങ്കിൽ പരമ നശിക്കാത്ത ഈശ്വര ഭാവന അത് നമുക്ക് സാധിച്ചിട്ട് ഒരു ആനന്ദിച്ചിട്ട് വ്യവഹാരവും വേണം. അല്ലാണ്ട് ഒന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നില്ല. വ്യവഹാര പലതും സമദർശനം നമുക്ക് സാധിക്കണം, അത്രേ വേണ്ടൂ. സമപ്രവർത്തനം സാധിക്കില്ല എന്ന് വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സമദർശനം അതന്നെ വലിയ കൈ, അത് സാധിക്കലാണ് നമുക്ക് ആവശ്യം. ഇവർക്ക് അതില്ല, സമദർശനം ഇല്ല. കാരണം എനിക്ക് സുഖമാവണം പറയുമ്പോൾ മറ്റൊരാളത്തിന് ബുദ്ധിമുട്ടാണ്ട് വയ്യല്ലോ. സുഖദുഃഖങ്ങൾ ദ്വന്ദ്ങ്ങളല്ലേ, അത് വയ്യാന്ന് പറയണം. അടുത്ത ശ്ലോകം മഹാത്മാക്കളെ പറ്റി പറയണം. അനന്യാശ്ചിന്തയന്തോ മാം ഏ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്തദാനം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ ചിന്തയോമ, എന്നെ അനന്യമായി ആരാണോ ചിന്തിക്കുന്നത്. നോക്കൂ, അവിടെ ചിന്തിക്കാനേ പറഞ്ഞുള്ളൂ, പ്രവൃത്തിയില്ല, ചിന്തനം. അനന്യത്തിന് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അന്യകാമനാവർജ്യം, മറ്റൊരു കാമനയില്ല ഈശ്വരൻ. 2 അന്യസാധന നിരപേക്ഷം, ഇതിന് വേറൊരു വേണ്ട. ഒന്നുകൂടി എൻ്റെ ഓർമ്മ വരുന്നില്ല. അന്യസാധന നിരപേക്ഷം, അന്യകാമന വർജ്യം, ഒന്നുകൂടിയാണ് ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ 3 കാര്യങ്ങളുണ്ടെങ്കിലേ അനന്യമാവുള്ളൂ. അതായത് മറ്റൊന്നും ഉണ്ടെന്ന് വരില്ല, ഭക്തി മാത്രം അനന്യ. അവരെന്ത് ചെയ്യണു? ചിന്തയന്തോ മാം ഏ ജന പര്യുപാസത്തെ, ആരാണോ ഇങ്ങനെ എന്നെ അനന്യമായിട്ട് ഉപാസിക്കുന്നത് അവരെ എന്താണ്? തേഷാം നിത്യാഭിയുക്തദാനം, അവരുടെ നിത്യമുള്ള കാര്യങ്ങളെയൊക്കെ യോഗക്ഷേമം വഹാമ്യഹം, ഞാൻ അവരുടെ യോഗക്ഷേമത്തെ ഞാൻ നോക്കും. ഭഗവാൻ ഏറ്റിരിക്കണം. ഇത് സാധാരണ പറയാം, മനസ്സിലാവാൻ വേണ്ടിയിട്ടാവാം. ഈ മഹാത്മാക്കൾ നിശ്ചയം കഴിഞ്ഞിട്ടല്ല. യോഗം എന്ന് പറഞ്ഞാൽ കിട്ടാത്തത് കിട്ടുക, അല്ലെങ്കിൽ പോയി വിട്ടത് വന്നു ചേരുക. അതിലൊരു യോഗ ഇല്ലേ, ഷോർദീപ് അതിന് ഫസ്റ്റ് അടിച്ചു കേമന യോഗം ഉണ്ട്. അപ്പോൾ ആണ് കിട്ടുക എന്നാണ് യോഗ. ക്ഷേമം വെച്ചാൽ കിട്ടിയത് പോവാതിരിക്കുക. കിട്ടി ഇത്തിരി കഴിഞ്ഞാൽ പിന്നെ പോയല്ലേ,
അത് രണ്ടും ഞാൻ എടുക്കുന്നു എന്നാണ് സാമാന്യം ആൾക്കാരൊക്കെ പറയാറുള്ളത്. ഇത് അങ്ങനെയല്ല എന്നുള്ളത് അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ആ ശ്ലോകം ഒന്ന് വായിക്കാം ഞാൻ. പത്താമത് തേഷാം സതതയുക്തദാനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം ത്വം ഏന മാം ഉപയാന്തിതേ. തേഷാം അങ്ങനെയുള്ള ആളുകളുടെ ആര് അനന്യ എന്ന് പറഞ്ഞപ്പോൾ ഈ ശ്ലോകം പറഞ്ഞാൽ തേഷാം സതതയുക്തദാനം എപ്പോഴും എന്നെ തന്നെ ഓടുകൂടി ഭജതാം എന്നെ ഭജിക്കുന്നു. എങ്ങനെ? പ്രീതിപൂർവകം. നമ്മൾ ഭജിക്കുന്നത് നിവൃത്തിയില്ലഞ്ഞിട്ടാണ്, എന്നാലേ കിട്ടുള്ളൂ വെച്ചിട്ടാ. ഇത് ഭജിക്കാൻ വേണ്ടി ഭജിക്കുക ആനന്ദ അവർക്ക് ദദാമി ഞാൻ കൊടുക്കുന്നു. എന്ത്? ബുദ്ധിയോഗം, സമത്വബുദ്ധിയാണ് ഞാൻ കൊടുക്കണം. അല്ലാണ്ട് അവർക്ക് വേണ്ട ജീവിതത്തിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ കാര്യങ്ങളും കൊടുക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. ബുദ്ധി തം ഏന അതുകൊണ്ട് മാം ഉപയാന്തി അവർ എന്നെ പ്രാപിക്കുന്നു. ഈ മഹാത്മാ അങ്ങനെയുള്ള കൂട്ടരെ ചിന്തിക്കുന്ന ആൾക്കൊക്കെ ഞാൻ കൊടുക്കുന്ന യോഗം ബുദ്ധിയോഗമാണ്, സമത്വം. ആ ബുദ്ധിയോഗം വന്നാൽ എല്ലാം ഒന്നാണ് തോന്നി. പിന്നെ അവർക്ക് എവിടെയും പോകേണ്ടതില്ല. എന്നെ അല്ലെങ്കിൽ അവർ ഈശ്വരനാവണം. ഈശ്വര സാക്ഷാത്കാരം കിട്ടുകയല്ല, ഈശ്വരൻ തന്നെ അല്ലേ. അഹം ബ്രഹ്മാസ്മി എന്ന് പറയാനുള്ള വരെ ശക്തി ഇങ്ങനെ ഭജിക്കുന്ന ആൾക്ക് ഞാൻ കൊടുക്കും. എത്ര വളരെ അതുകൂടി നോക്കൂ. തേഷാം സതയുക്തദാനാം ഭജതാം പ്രീതി, ഓരോ വാക്കും പ്രധാനം. പ്രീതിപൂർവകം. മറ്റതിപ്പോൾ നിവൃത്തിയില്ലല്ലോ വെച്ചിട്ട് ഭജിക്കുക, ഇതല്ല. ആനന്ദം കൊണ്ട് ദദാമി എന്ത്? ബുദ്ധിയോഗം, ബുദ്ധിയോഗം. അതുകൊണ്ട് മാം തേന മാം ഉപയാന്തി എന്നെ അവർ പ്രാപിക്കുന്നു. പക്ഷേ ഇനി അത് കഴിഞ്ഞാൽ വീഴ്ച വരുമോ? ഇല്ല എന്നാണ് അവിടെ ക്ഷേമം വരുന്നു. അതാണത്. തേഷാം ഏവ അനുകമ്പാർത്ഥം അഹമജ്ഞാനം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഒക്കെ വളരെ ഗംഭീരം ശ്ലോകമാണ്. തേഷാം ഏവ അവരുടെ അനുകമ്പാർത്ഥം, അനുകമ്പ പ്രത്യേക സ്നേഹം. എന്താണ്? അജ്ഞാനജം തമ. അജ്ഞാനം കൊണ്ടാണല്ലോ തമസ്. അജ്ഞാനം വെച്ചാൽ അപൂർണജ്ഞാനം, ജ്ഞാനമില്ലായല്ല, തെറ്റായ ജ്ഞാനം. ആ തമസ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? നാശയാമി. 11 ശ്ലോകമാണ്. നാശയാമി, ഇല്ലാതെയാക്കുന്നു. എങ്ങനെ? ആത്മഭാവസ്ഥോ, ആത്മാവ് ആണ് ഞാൻ എന്നുള്ള ബോധം വെച്ചിട്ട്, അത് ആത്മാവാണ് ഞാൻ അല്ലെങ്കിൽ പൂർണ്ണനാണെന്ന് തോന്നിയിട്ട് അത് പെട്ടെന്ന് കഴിഞ്ഞാൽ കെട്ടുപോവോ? ഇല്ല. ജ്ഞാനദീപേന, ജ്ഞാനമാകുന്ന ആ ദീപം കൊണ്ടാണ് ഞാനത് പ്രകാശിക്കുന്നത്. ഏതുപോലെ? ഭാസ്വത, സൂര്യനെ പോലെ. അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം കെടില്ലല്ലോ, ഏത് കാലത്തും നിലനിൽക്കും. അപ്പോൾ ഞാൻ ആത്മാവാണെന്നുള്ള തോന്നൽ അത് യോഗം. അത് ഒരിക്കലും നശിക്കാതെ നിൽക്കുക, അത് ക്ഷേമം. ഈ യോഗക്ഷേമമാണെന്നുള്ള ഇനി അവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറയാൻ പോകുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങളല്ലോ. അങ്ങനെയുള്ള ആൾക്ക് അങ്ങനെ അനന്യാശ്ചിന്തയന്തോ മാം ഏ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. മറ്റത് പറയുന്നതിനും വിരോധമില്ല. സാധാരണ ആൾക്ക് ഒരു കഥ പറയാറുണ്ട്, ഞാനൊന്ന് പറയാം. ഒരു മഹാത്മാവ് ഇങ്ങനെ ഗീതയൊക്കെ വായിക്കും, ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിലും ഇങ്ങനെ വിഷമങ്ങൾ വരാൻ തുടങ്ങി. ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്നുമില്ലോ. വളരെ ബുദ്ധിമുട്ടായി. ഒരു ദിവസം ആ അന്തർജനം പറഞ്ഞു, കഞ്ഞിക്ക് അരിയുന്നില്ല, ഇന്നിന് എന്താ കൊണ്ട് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാണ്ട് വിഷമം തോന്നി. ഇവിടെ ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ യോഗക്ഷേമം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു തെറ്റാണ്. അന്നൊക്കെ ഓലയാണ്. അപ്പോൾ ഒരു എഴുത്താനെടുത്തിട്ട് എന്ത് ചെയ്തു, അതുപോലെയാണ് വരച്ചു. ഇത് വേണ്ട ഈ ശ്ലോകം, ഇത് ഇല്ല. ഇപ്പം ഞാൻ അത്ര വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ പട്ടിണിയവിടെ പറഞ്ഞിട്ട് വെച്ച് അത് കുളിക്കാൻ പോയി. ഇതൊക്കെ കഥയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉന്തുവണ്ടിയിൽ ഒരുപാട് സാധനങ്ങൾ, അരിയും പച്ചക്കറിയും സാധനങ്ങളോട് കൊണ്ടുവന്ന ഒരാൾ വന്നു. അത് ഇവിടെ തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാ? അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടനായിട്ടുള്ള ഒരാളാണ്. ആകപ്രദമുണ്ട്. ആ വാക്കെല്ലാം ഇറക്കി. അപ്പോൾ ചോദിച്ചു, എന്താ എൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു വര കയറിയുണ്ടല്ലോ, അത് യജമാനൻ ചെയ്തു പറഞ്ഞിട്ട് നേരെ ഇത്ര നേരമായിട്ട് കൊണ്ടുവന്നല്ലോ പറഞ്ഞിട്ട് ആ എഴുത്താൻ വേണ്ടി വരച്ചതാണ്, അതുകൊണ്ടാണ് വര പറഞ്ഞു. അയ്യോ കഷ്ടമായി ചെയ്തത്, അങ്ങനെ പാടില്ലല്ലോ, ഇതൊക്കെ തന്നെ. അപ്പോൾ ചെയ്തു. കുഴിച്ചു നോക്കുമ്പോഴേക്കും ഇവിടെ വളരെ സാധനങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു. എന്താ
അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങളല്ലേ പറഞ്ഞു വെച്ചിട്ട് ഒരാളെ പറഞ്ഞു വെച്ചിട്ട് ആൾ ഇവിടെ സാധനം കൊണ്ടുവന്നിട്ട് എന്തിനല്ല പുറത്തിങ്ങനെ വെറുതെ കയറിയത് ചോദിച്ചു. ഒരാവശ്യമില്ലാണ്ട് ഇത്തിരി നേരം വൈകുമ്പോഴേക്കും എങ്ങനെയാണ് അയാൾക്ക് ഇത് ഓർമ്മ വന്നു. അദ്ദേഹം വേഗം ആ പേജ് മാറ്റിയിട്ട് ആദി യോഗക്ഷേമം വാഹാമ്യഹം എന്ന് തന്നെ, കാരണം അങ്ങനെ വരില്ല എന്ന് പറയാം. ഇതൊരു കഥയാണ്. ഇത് സാധാരണക്കാരന് വളരെ രസമാണ്. കാരണം അങ്ങനെ വായിച്ചാൽ എല്ലാ സാധനങ്ങളും ഭഗം തരുമല്ലോ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോഴും കിട്ടണം എന്നാ മോഹം. അത്രയേ ഉള്ളൂ. സങ്കല്പല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ ഈ കഥ ഇപ്പോൾ പറയാൻ സാധാരണക്കാരന് അപ്പോൾ ഭരിക്കാൻ ഒരു രസം ഉണ്ടാക്കാൻ ഇത് പറ്റും. അതെ, നമ്മൾ തെറ്റിദ്ധാരണയാണ്. നമുക്ക് വിചാരം ഈശ്വരൻ എന്നൊക്കെ അങ്ങനെ കൊണ്ടുതരിക, നമ്മളിങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇതൊക്കെ നമ്മുടെ സ്വാഭാവികമായിട്ട് ഇതൊന്ന് കടന്ന് ചിന്തിക്കാൻ. ഇതൊക്കെ വെറും പ്രാതിഭാസികമോ അല്ലെങ്കിൽ വ്യാവഹാരികമാണ്, പാരമാർത്ഥികമല്ല എന്ന് തോന്നണമെങ്കിൽ ആദ്യമൊന്നും സാധിക്കില്ല. അപ്പോൾ അവർക്ക് നല്ലതാണ് അങ്ങനെയൊക്കെ. അത് മാത്രമല്ല അനവധി കഥകളുണ്ട് ഭഗവാനെ വായിച്ചിട്ട് എല്ലാം കിട്ടിയത്. ധ്രുവൻ്റെ കഥയും അങ്ങനെ എത്ര ആളുടെ കഥകളുണ്ട്. ആ കഥകളൊക്കെ കാണിക്കുന്നത് വേണ്ട മാതിരി ചെയ്താലും ഈശ്വരൻ്റെ സഹായം ഉണ്ടാവുമെന്ന് കാണിക്കണം. അപ്പോഴും ഈ വ്യവഹാരൻ്റെ അവിടെ ഹയസ്റ്റ് സ്റ്റേജിലേക്ക് വ്യവഹാരമില്ലല്ലോ. അവിടേക്ക് ഭഗവാൻ താഴ്ത്ത നിലവാരത്തിൽ കൂടി കൊണ്ടുപോയി മുകളിലേക്ക് അങ്ങോട്ട് എത്തിക്കാനാണ്. കാരണം ശരണാഗതിയാണല്ലോ ഇവിടെ പറഞ്ഞു വരുന്നത്. ഈശ്വര ശരണാഗതി. ഈശ്വരനെ ശരണാഗതി വെച്ചാൽ ഈശ്വരനെ ആവുകയാണ്. അല്ലാണ്ട് ഈശ്വരൻ അവിടെ ഇരിക്കുക, ഞാൻ ശരണം പ്രാപിക്കുക എന്ന് പോയിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. ഞാൻ ആത്മാവ് എന്നുള്ളത് ഈശ്വരൻ. ആദ്യത്തെ 18 ശ്ലോകം ഉണ്ടല്ലോ, ഇവിടെ ശരീരം അല്ലാണ്ട് യാതൊന്നുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആണ് ബോധ്യപ്പെടുത്തിയിരുന്നത് 2ാം അധ്യായത്തിൽ. അപ്പോൾ ആ ബോധം നമുക്ക് ഇപ്പോൾ വാസന എന്ന് പറഞ്ഞാൽ അത് മറക്കുക. ആത്മഭാവം മറന്നിട്ട് ശരീരഭാവം വരലാണ് എല്ലാ ദുഃഖത്തിൻ്റെയും മൗലിക കാരണം. അതില്ലാതെയാക്കി ഈ ശരീരഭാവന എന്നുള്ളത് അത് ഭാവനയാണ്, ഇല്ല എന്ന് പറയുന്നില്ല, അത് ഭാവനയാണ്, വസ്തുതയല്ല എന്ന് ബോധ്യം വരുത്തി ഞാൻ ആത്മാവാണ് എന്ന് ബോധ്യം വരുത്തിലാണ് ഗീതയുടെ ഉദ്ദേശം. നമുക്ക് അത് ആവശ്യമാണ്. ഇപ്പം ഇത് കേൾക്കുന്ന ആളും പറയുന്ന ആളും ഒക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ദ്വന്ദ്ം അങ്ങോട്ട് ഇല്ലാണ്ടാവണം. ദ്വന്ദ്മുണ്ട് എന്തിന്? വ്യവഹാരത്തിൽ. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഇത് പറയേണ്ടതുമില്ല, നിങ്ങളിത് കേൾക്കേണ്ടതുമില്ല, ആവശ്യത്തിന് വേണം. ഇപ്പോൾ നമ്മൾ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. ഒരു സ്റ്റേജ് വരുമ്പോൾ എന്നിട്ടും അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒരു വിഭാഗക്കാർ ഇത് എല്ലാം ബ്രഹ്മമാണെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷമായി അദ്ദേഹത്തിന്. മോക്ഷം വെച്ചാൽ മോഹക്ഷയം ഒന്നുമില്ല. തിലകൻ അദ്ദേഹത്തിൻ്റെ കർമ്മയോഗത്തിൽ ഉള്ള പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതിന് ശേഷം ഒരു സ്റ്റേജും കൂടി ഉണ്ടെന്നാണ്. കാരണം അദ്ദേഹത്തിനൊന്നും വേണ്ട, പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് മടങ്ങി വന്നിട്ട് ഈ സമുദായം അതായിട്ടില്ല, ആ സമുദായത്തിന് സേവനം ചെയ്യും. 6 ഒരു ശ്ലോകമുണ്ട്, തസ്യ കാര്യം എന്ന വിദ്യത. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്, ആർക്ക്? ഈ മഹാത്മാവിന് ഈ ലോകമില്ല. കാര്യം വെച്ചാൽ കാരണം ഈശ്വരൻ, കാര്യം ലോകം. കാരണം ഈ സത്വം എത്ര പ്രാവശ്യം കേട്ടാലും വിരോധമില്ല, ആവശ്യമാണ്. കാരണം എന്നുള്ളത് സ്വർണവും കാര്യം എന്നുള്ളത് പണ്ടുമാണ്. വസ്തുത പണ്ടെന്നുള്ളതൊന്നുമില്ല. നമ്മൾ സ്വർണത്തിന് ഒരു നാമരൂപം കൊടുത്തതാണ് അല്ലേ? അപ്പോൾ നല്ലൊരു വളയാണ്. ആ വള എന്ന് പറയുന്നത് സ്വർണ്ണം അല്ലാണ്ട് എന്താ അതിലുള്ളത്? സ്വർണ്ണം വന്നെടുത്താൽ പിന്നെ വളവാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വള എന്ന് പറയുന്നതും സ്വർണ്ണം എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെ. പക്ഷേ കയ്യിലിടണമെങ്കിൽ സ്വർണ്ണം ഉണ്ടാവില്ല, വളയാവണം. ഇനി ഒന്ന് നോക്കൂ, ആ വള എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ കാരണമായി കണക്കാക്കുക എന്ന് വിചാരിക്കുക. ആ വള ഉടച്ചിട്ട് 2 3 മോതിരം ഉണ്ടാക്കാം. അപ്പോൾ ഒത്തിരി മുമ്പ് പറഞ്ഞ കാര്യം വള എന്ന കാര്യം ഇപ്പോൾ വള എന്നുള്ള കാരണമായി, മോതിരമായി കാര്യം അല്ലേ? ഇത് ഇങ്ങനെ ഒഴുക്ക് പോലെയാണ്, കാര്യകാരണ ഒഴുക്കാണ്. ഇത് വെറും സങ്കല്പം മാത്രമാണ്. ഇത് വളരെ മനസ്സിലത്തിൻ്റെ കാര്യമാണ്. നമുക്ക് എന്തിനും ഒരു കാരണം ഉണ്ടെന്നൊരു തോന്നല. കാരണം രണ്ടാമതൊന്നും ഉണ്ടാവുമ്പോഴല്ലേ കാരണവും കാര്യം വേണ്ടു. ഇവിടെ ഒന്നേ ഉള്ളൂ, വ്യത്യാസമില്ല. അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഓരോ കാര്യം പറയുന്നതിൻ്റെ അർത്ഥം. അനന്യചിന്തയെന്നോ എല്ലാവരും പറയുന്നത് ദേഹഭാവന പോവുക. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. കാരണം ദേഹം പോവല്ലല്ല. എന്നാൽ പിന്നെ എന്താ ഇവിടെ ഉള്ളത്?
സൂയിസൈഡ് ഉണ്ടല്ലോ, അതാ ഏറ്റവും വലിയ സൗകര്യം തോന്നുന്നു ദേഹം. അപ്പം ഇന്ന് ദേഹമില്ല. അതല്ല, ദേഹത്തിലിരുന്നിട്ട് ദേഹമായിട്ട് ബന്ധമില്ലാതിരിക്കുക. അങ്ങനെ സാധിക്കുമോ എന്നൊരു ചോദ്യം വരും. ഒരു പ്രയാസമില്ല. ഈ ശരീരം തന്നെ എടുത്ത് നോക്കിയാൽ മതി. ദേഹത്തിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് ചൈതന്യമുള്ള ഭാഗവും ഒന്ന് ജഡഭാഗവും കൂടി ചേർന്ന ഈ ശരീരം തന്നെ. അതെങ്ങനെയാ? ഈ ശരീരത്തെ പറ്റി പഠിച്ചാൽ അധ്യാത്മത്തിന് പിന്നെ ഒന്നും വേണ്ട. അത്ര കയമായ ശരീരത്തിൻ്റെ ഘടന നമുക്കറിയാലോ. ഇപ്പോൾ തലമുടിയുണ്ട്, അത് കത്തിരട്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ ഒരു വേദനയില്ല. കാരണം അത് ജഡാണ്, പ്രശ്നമില്ല. കുറച്ചങ്ങനെ വേറെ ആ ശരീരത്തിന് അടുത്ത കത്തി നോക്കിയാൽ അപ്പോൾ കാണാൻ അസ്ഥലി വേദനയുണ്ട്. കാരണം അവിടെ ചൈതന്യം, ഈ തലമുടി ജഡം, നഖം അതിങ്ങനെ വളരണേ. അപ്പോൾ അതിന് ശക്തിൻ്റെ തീർച്ചയല്ലേ. എന്നിട്ട് വരില്ല, നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ആ നെയിൽ കട്ടോട്ട് ഒന്ന് മുറിച്ച് കൊണ്ടിടുമ്പോൾ ഒരു പ്രശ്നമില്ല. തൊട്ട് ലേശം കൂടി അങ്ങനെ നീങ്ങി അപ്പോൾ കാണാൻ രസം എന്നുള്ളത്. അപ്പോൾ വല്ലാത്ത വേദനയാണ്. അപ്പോൾ ജഡവും ചൈതന്യവും കൂടി ചേർന്നിരിക്കാം. അതിൽ നമ്മൾ ആ ശരീരത്തിനെയും ബഹുമാനിക്കണ്ടു, നഖവും തലമുടിയും അതിങ്ങനെ കുടവാർത്തുക. അപ്പോൾ അങ്ങനെ ചിലർ കൊടുക്കുക. ആ ജഡത്തിനെ അത് വേണ്ട, അത്യാവശ്യത്തിന് കളയണമെന്നൊന്നും അല്ല. മഹർഷിമാർ പതിവുണ്ടാവും, അവർക്ക് ജഡാണെന്നും ചൈതന്യമാണെന്നൊക്കെ അറിയാവർക്ക്. ഇതങ്ങനല്ല, ഭംഗിക്ക് വേണ്ടിയാ അങ്ങനെ. അത് വേണ്ട. ജഡവും ചൈതന്യവും ചേർന്നതാണ് ഈ ശരീരം. അതിൽ ആ ജഡത്തിനെ കളയണ്ട, അത് ജഡാണെന്ന് അറിയാം. അതിലേ ഉള്ളൂ. ചൈതന്യം ഞാനാണ്, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഏതുപോലെ പത്മപത്രം യുവാംബസ, അതൊക്കെ എത്ര ഭംഗിയുള്ള ശ്ലോകങ്ങളാണ്. വെള്ളത്തിലാണ് കിടക്കുന്നത്, എന്നിട്ട് വെള്ളത്തിലാണ് കിടക്കുന്നത്, എന്നിട്ട് വെള്ളമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ മഹാത്മാവായിട്ടുള്ള ആൾ ഈ സംസാരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ തസ്യ കാര്യം വിദ്യത എന്ന് പറയാനാണ്. പരമജ്ഞാനിയായിട്ടുള്ള ജ്ഞാനി ആളിരിക്കുക, അദ്ദേഹത്തിന് പിന്നെ ഈ ലോകമില്ല. ശരിയാ, കാരണം സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിനെ ലോകമില്ലേണ്ടായിട്ടുള്ളൂ, ലോകം അപ്പോഴുണ്ട്. അപ്പം അതിനെ സേവിക്കൽ ആവശ്യമുണ്ട്. ശ്രീരാമകൃഷ്ണ പ്രത്യേകിച്ച് പറഞ്ഞു, മെല്ലെ മെല്ലെ കയറി ഈ തട്ടിൻ്റെ മുകളിൽ വരിക, എന്നിട്ട് അവിടെ മുകളിലെത്തുക. മുകളിലെത്തിയിട്ട് ഞാൻ അവിടെയാണെന്ന് അറിഞ്ഞ ശേഷം പിന്നെ ഇറങ്ങി വന്നിട്ട് സേവനം ചെയ്യുക. ഇതാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നതും ശരിയാണ്, തിലക പറയുന്നതും ശരിയാണ്. ഒരാൾ പറഞ്ഞത് ജ്ഞാനിക്ക് ഈ പ്രപഞ്ചമില്ലാന്നേ ശങ്കരാചാര്യ പറഞ്ഞുള്ളൂ, മറ്റുള്ള ആൾക്ക് പ്രപഞ്ചമില്ലാന്നോ അതിനെ സേവിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സത്യം പറഞ്ഞു. മറ്റേ ആൾ ഈ പറഞ്ഞത് ശരിയാണ്, ജ്ഞാനിക്ക് പ്രപഞ്ചമില്ല, പക്ഷേ പ്രപഞ്ചം ഈശ്വരൻ്റെയാണ്, അതിനെ സേവിക്കൽ ആവശ്യമാണെന്ന് തിലകൻ പറഞ്ഞു. 2 ദൃഷ്ടികോണിൽ കൂടി പറഞ്ഞു എന്നല്ലാണ്ട് രണ്ടാളും തമ്മിൽ യാതൊരു തെറ്റുമില്ല പറഞ്ഞത്. പരമമായ പാരമാർത്ഥിക സത്യത്തിൽ ഈ പ്രപഞ്ചമില്ല, വ്യാവഹാരിക സത്യത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടേനും. വ്യാവഹാരിക സത്യത്തിലെ പ്രപഞ്ചം അയാൾ പാരമാർത്ഥികമായിട്ട് ഈ പ്രപഞ്ചമില്ല എന്ന് അറിഞ്ഞിട്ട്, ഈശ്വരൻ്റെ ലീലയെന്ന് അറിഞ്ഞിട്ട് സേവനം ചെയ്തത്. അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ ആ കർമ്മയോഗം ഒന്നുകൂടി മേലെയാണ്, ജ്ഞാനയോഗത്തിൻ്റെയും മേലെയാണ്. അതുകൊണ്ട് ഇനി 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇപ്പം തന്നെ ഇടയ്ക്ക് പറയേണ്ടി വരുന്നുണ്ട്. ഭക്തനെ പറ്റി പറയുമ്പോൾ 3 കഴിഞ്ഞിട്ട് 11-ാം ശ്ലോകത്തിൽ കർമ്മഫലത്യാഗം ആണ് ഏറ്റവും നല്ലത് എന്ന് ഭഗവാൻ പറഞ്ഞു. എവിടെ? ഭക്തിയോഗത്തിൽ. എന്നിട്ട് ഒരു ശ്ലോകം കൊണ്ട് മറ്റേൻ്റെ ഫലശ്രുതി ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് ഈ 11-ാമത്തിൽ പറഞ്ഞ ഫലത്യാഗത്തിൻ്റെ ശ്രുതി അവിടെ പറയാണ്ടേ ഒരൊറ്റ മുഴുവൻ ശ്ലോകത്തിൽ ഇത് കർമ്മഫലത്യാഗമാണ് ഏറ്റവും നല്ലത് ഭക്തൻ്റെ എന്ന് പറയുന്നു. ഇനി 12-ൽ അവിടെ വരും. ഭാഗികമായിട്ട് ചിന്തിക്കരുത്, വിശാലമായിട്ട് ചിന്തിക്കണം. രണ്ടും വേണം. അത് പറയാൻ ഇവിടെ വേണം. അനന്യശ്ചിന്തയന്തോ മാം ഏ ജന പര്യുപാസത്തെ തേഷാം നിത്യാഭ്യുക്താനം യോഗക്ഷേമം വഹാമ്യഹം. അപ്പോൾ യോഗവും ക്ഷേമം എന്ന് പറഞ്ഞാൽ മറ്റേതെടുക്കുന്നതിന് തെറ്റ് പറയണില്ല. നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഭോഗം ചോദിച്ചാൽ അത് ശരിയാണ്. ലെവൽ താഴെയാണ് അതിൻ്റെ നില. തത്വം എന്നുള്ള വാക്ക് ഞാൻ പറയാറുണ്ട്. തത്വം എന്ന് പറയുന്നത് നിലയാണ്. അയാൾ പരമതത്വത്തിലല്ല, താഴെയുള്ള തത്വത്തിലാണ്. തത്വം തന്നെയാണ് ശരിയല്ലോ. ഇനി വീണ്ടും ഭഗവാൻ അന്യദേവതകളെ ഭജിക്കുന്നവരെ ഒന്നും കളിയാക്കാന്ന് പറയാൻ പാടില്ല, അത് വളരെ താഴെയാണ് പറഞ്ഞത്. ഏ ചാപ്യന്യദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാന്യുത
തേബി മാമേവ കൗന്ദേയ യജന്തി അവിധിപൂർവകം. അന്യദേവത, ദേവതകൾ പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ ശക്തികൾ, അതിനെ അവരെ യജന്തേ ഭജിക്കുന്നു. എങ്ങനെ? ശ്രദ്ധയാന്വിത, വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവർ പഠിക്കുന്നത്. പക്ഷെ അവർ ശക്തനെയല്ല ഭജിക്കുന്നത്, ശക്തനിലുള്ള ശക്തികളെയാണ്. അതാ വ്യത്യാസം. അവർ തേവി മാമേവ കൗന്ദേയ, വാസ്തവത്തിൽ അവർ ഭജിക്കുന്നത് എന്നെ തന്നെയാണ്. എങ്ങനെ? യജന്തി അവിധിപൂർവകം, വിധിപൂർവകമല്ല, ശാസ്ത്രരൂപത്തിലല്ല, ശാസ്ത്രത്തിന് തെറ്റായിട്ട്. അപ്പോൾ അവരെ ഭഗവാൻ നിന്ദിക്കുന്നില്ല. ഈ അവിടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം, ഇതിലെ ശാസ്ത്രത്തിനല്ല. ഭഗവാൻ 16 പ്രത്യേകിച്ച് പറയാൻ പോകണ്ടല്ലോ, ശാസ്ത്രവിധി ഉത്സൃജ്യ വർത്തതേ കാമകാരത ന സിദ്ധി മവാപ്നോതി ന സുഖം ന പരാങ്കതി. അർജുന, ഒരു കാര്യം ചെയ്യണോ വേണ്ടത് ശാസ്ത്രമാണ് പ്രമാണം. ഞാൻ പറയാറുണ്ട്, മറ്റൊരാളും പറയാത്ത ഒരു കാര്യമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നെ വിശ്വസിക്കുന്നല്ലാണ്ട് ഭഗവാൻ എന്നെ വിശ്വസിക്കുന്ന പ്രശ്നമില്ല, ശാസ്ത്രം പറഞ്ഞവർ ചെയ്യും. അപ്പോൾ ഇവിടെ അവരെന്ത് അവിധിപൂർവകമാണ്. ഒരിക്കലും നിന്ദാഭാവം വരരുത്. എനിക്കിത് പറയുമ്പോൾ ഒക്കെ ഓർമ്മ വരും, ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്, ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദ്യാം അന്യത്രജ. നമ്മൾ ഭാഗവതമാണ് പഠിക്കുന്നത്, അത് ഒരു ശാസ്ത്രമാണ്, അതിൽ ശ്രദ്ധ വേണം എന്ന് പറയും. ശ്രദ്ധാം ഭാഗവത അനിന്ദ്യാം അന്യത്രജ, മറ്റ് ശാസ്ത്രങ്ങളെ നിന്ദിക്കരുത്. എന്നിട്ട് വിനോബാജി പറയണു, എന്തൊരു മഹത്തായ ആശയമാണിത്. ഞാൻ 10-15 ഭാഷ എനിക്കറിയാം, പല ദിവസമുണ്ട്. ഒരൊറ്റൊന്നില്ലെങ്കിലും ഇങ്ങനൊരു ആശയം കണ്ടിട്ടോ, മറ്റവനെ നിന്ദിക്കരുത്. അപ്പോൾ എന്നിട്ടും പറയണു, അത് മനസ്സിലാവുന്നുണ്ട്. എന്താണ്? മറ്റവരെ നിന്ദിക്കാൻ പാടില്ല. മറ്റേ എന്താണ്, ഈ സത്യം പറയുന്ന സ്തുതിക്കാൻ പാടില്ലേ? അതും പാടില്ല. കാരണം ന സ്തുവീത ന നിന്ദേത, സ്തുതിക്കാനും പാടില്ല, നിന്ദിക്കാനും പാടില്ല. കാരണം സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടുണ്ട് വരും. അപ്പോൾ നമുക്ക് അർത്ഥം അറിഞ്ഞിട്ടില്ല. നിന്ദിത, എന്തെല്ലാം ഗംഭീരങ്ങളായ ആശയങ്ങളാണ് ഭാഗവതത്തിലും ഗീതയിലുള്ളതെന്ന് പറഞ്ഞാൽ തീരില്ല. മറ്റ് മതസ്ഥർക്കുള്ള ബുദ്ധിമുട്ടാണ്. അവരവരുടെ മതഗ്രന്ഥങ്ങൾ വളരെ നല്ലതാണെന്ന് പറയും. വളരെ ശരി, നമുക്കൊരു വിരോധമില്ല. മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങളൊക്കെ ശരിയല്ല എന്ന് പറയാം, നിന്ദിത. അപ്പോഴാണ് വിഷമം വരുന്നത്. വിവാൻ സ്വാമി ഒരു പ്രത്യേകിച്ച് പറഞ്ഞു, ഈ ഭഗവാൻ എന്ന് പറഞ്ഞത് പൂർണ്ണനാണ്, എന്താ പറയുക, അപരിമിതനാണ് ആണല്ലോ. ആ അപരിമിതനെ പരിമിതമായ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഇതിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതിനും കൂടി വിപരീതമല്ലേ? ഖുറാനെ പറ്റി പറയുന്നത് കേൾക്കുകയാണ്. അവർ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികളും പറയുമല്ലോ ബൈബിളുള്ളത് മാത്രമേ ഉള്ളൂ, ഖുറാനിൽ മാത്രമേ ഉള്ളൂ. ബൈബിളിലും ഖുറാനിലും ശരിയാണെന്ന് സമ്മതിക്കാം, അതിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യുക്തി പോയി. കാരണം അത് പരിമിതമാണല്ലോ. ഭഗവാൻ അപരിമിതമാണെന്ന് പറയുകയും ചെയ്യുന്നത്. ഭഗവാൻ അപരിമിതം, ഭഗവാൻ പറഞ്ഞ പുസ്തകം എന്നുള്ളത് പരിമിതത്തിലാണെന്ന് പറയാം. ആദ്യം പറഞ്ഞതും കൂടി യോജിക്കില്ല. ഇത് ബുദ്ധി നിങ്ങൾക്ക് തോന്നാത്തത് ശ്രദ്ധ കുറഞ്ഞിട്ട്. അപ്പോഴും അധികം ചീത്ത പറയില്ല, ആരെയും ശ്രദ്ധയില്ലായിട്ടാണ്. ഒരു തമാശ പറഞ്ഞിട്ടുണ്ട് അവിടെ. അതിൽ ഈ യോഗശാസ്ത്രം ഉണ്ടല്ലോ നമ്മുടെ, അത് വളരെ കൃത്യമായിട്ട് പടിപടിയായിട്ട് കടന്ന് ആ ഹയസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുക. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആനന്ദം എന്ന് പറഞ്ഞൊരു കുളം, വെള്ളം, അല്ലെങ്കിൽ പടി കൂടി ഇറങ്ങി പോയി സുഖമായിട്ട് കുളിച്ച് കയറി മടങ്ങി വന്ന് ഒന്നാൾക്ക് എങ്ങനെയാണ് ഇറങ്ങേണ്ടത് കയറേണ്ടത് കുളിയുടെ സുഖമൊക്കെ കിട്ടും. അയാൾക്ക് ശാസ്ത്രം അറിയാം. മറ്റൊരാൾ ഒന്നാമത്തെ പടി ചെന്നപ്പോൾ ലേശം വഴുക്കി, അപ്പോൾ ഇപ്പോഴും നൽകാണ്ട് വീണു. അത് കഴിഞ്ഞിട്ട് കയറി, അയാൾക്കും കിട്ടുമല്ലോ ഈ കുളിയുടെ സുഖം. വഴുക്കി വീണ ആൾക്കും സുഖത്തെ കിട്ടും. പക്ഷെ എങ്ങനെയാണ് ഈ സുഖം കിട്ടിയത്? ഇറങ്ങേണ്ടതോ കയറേണ്ടതൊന്നും അറിയില്ല, വഴുക്കി വീണതാ. മറ്റേ ആൾക്ക് ഇറങ്ങേണ്ടതും അറിയാം, കയറേണ്ടതും അറിയാം. പതഞ്ജലി യോഗശാസ്ത്രം അങ്ങനെ ഇറങ്ങാനും കയറാനും അറിഞ്ഞ ആളാണ്. മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം നല്ല മനുഷ്യനാണ്, പക്ഷേ വഴുക്കി വീണതാ പറഞ്ഞു. അപ്പോൾ ആ എന്താ ഏതോ ഒരു ഏഞ്ചിൽ കൊണ്ടുപോയി എന്നിട്ട് ഗുഹയിൽ പോയി ഇതിന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് കിട്ടിയെന്നൊക്കെയാണ്. ഇവിടെ ഏഞ്ചലും ഇല്ല, ഗുഹയില്ല, പറക്കലില്ല, ഒന്നുമില്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അത് വന്നതാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല, എവിടുന്ന് ഇത് കിട്ടിയത് മനസ്സിലായില്ല. സ്വയം താൻ തനിക്ക് സാധിക്കില്ലേ? ഇങ്ങനെ ഒരു വിഷമം വരുന്നു. എന്തിന്? അപൂർണത എന്ന് പറഞ്ഞുകൂടാ, അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് തെറ്റിപ്പോയി. അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഈശ്വരാനുഭവം ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. അല്ലെങ്കിൽ നല്ല കാരണം
ഖുറാനിൽ വളരെ നല്ല നല്ല കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയ ജ്ഞാനമാണ്. പക്ഷേ അതോടുകൂടി ഇതിൽ ചേരാത്ത കാഫിറിനെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത്? അവ കാട്ടുനീതിയാവില്ലേ? അപ്പോൾ ഈ ഇയാൾ മരിക്കാൻ തയ്യാറാക്കുക അങ്ങനെ കൊന്നെങ്കിലോ? അപ്പോൾ അത് പോയില്ലേ? ഇവിടെ വളരെ നോക്കൂ, എത്രയാണ് അവിധിപൂർവകം ആണ്, ശാസ്ത്ര സമ്പ്രദായത്തിലല്ല ഇയാളുടെ ഈ കാര്യങ്ങൾ. അത് വയ്യാസം. അഹം ഹി സർവയജ്ഞാനം ഭോക്താച പ്രഭുരേവച നതു മാം അഭിജാനന്തി തത്വേന ശ്ചവന്തിതേ. അഹം ഹി സർവയജ്ഞാന, യജ്ഞം എന്ന് പറഞ്ഞാൽ പരോപകാരകർമ്മം. അതിൻ്റെ അതിൻ്റെ ഭോക്താവ് ആക്കെ അനുഭവിക്കുന്ന ആളാരാണ്? അഹം. ഞാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണത. എപ്പോഴും കൃഷ്ണൻ എന്ന് എടുക്കരുത്. ഭാഗവത്തിൽ അല്ല, അഹം എന്നുള്ളതൊക്കെ ശ്രീകൃഷ്ണൻ എന്നുള്ള ഒരു വ്യക്തിഭാവം എടുത്താൽ ഗീത തെറ്റിപ്പോവും. അതല്ലാന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരീരിയാണെന്നുള്ളത്. അഹം ഹി സർവയജ്ഞാനം ഭോക്ത ച, ഭോക്താവ് ഞാനാണ്. പ്രഭുരേവച, പ്രഭുവും ഞാൻ തന്നെ. അച്ചാലും ഉണ്ടാക്കുന്ന ആൾ പ്രഭുവാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അനുഭവിക്കുന്ന ഭക്ത. എന്നതു മാം അഭിജാനന്തി, എന്നെ ഇവരെ അറിയണില്ല. അപൂർണജ്ഞാനമുള്ള ആൾക്കാർ അത് തത്വേന, താത്വികമായിട്ട് അറിയില്ല. നിലവാരം ആണോ? തൽത്വമസി, നീയാണ് അതാണ് തത്വം. അത് കാരണം ശ്ചവന്തി, വഴുക്കണു, അവർ താഴ്ത്തു വീണു. അത് അറിയണില്ല, അവർക്ക് സാധിക്കുന്നില്ല.